ഈ മെസ്സേജ് ഇവനെന്തോ സ്ട്രൈക്ക് ചെയ്തിട്ട് ആ സമയത്ത് ഇവർ ഈ വൈദർശനം എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇവർ സെർച്ച് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവൻ എൻ്റെ ഫോട്ടോ കൊണ്ട് ഡിജോന് കാണിച്ചു കൊടുക്കുന്നു. ഡിജോ പെട്ടെന്ന് പറഞ്ഞു ഇത് ഓക്കെയാണ് വിളിക്കാൻ പറയുന്നു. പലരും പല വേഷങ്ങളും വരുന്ന സമയത്ത് ചെയ്യാൻ നിർബന്ധിച്ച സമയത്ത് പോലും ഞാൻ ചെയ്തിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് തന്നെയാണത്. ഇല്ല, അങ്ങനെ ഒരു തോന്നലൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇനിയും സമയമുണ്ടല്ലോ, ഒരുപാട് എന്താ പറയുക, ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ വരാനുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ നല്ല കഥാപാത്രങ്ങൾ ഉറപ്പായിട്ടും എന്നെ തേടി വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ട് ഉറപ്പുണ്ട് എനിക്ക്. നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന മുഖ്യധാര ഡയറക്ടർ ചെയ്യുന്ന സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ കഥയായിട്ട് നമുക്ക് ഒരുപാട് സാമ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് മൊത്തമായിട്ട് മാറ്റി വെക്കേണ്ടി വന്നു. ഒരു സിനിമാ മേഖലയിൽ ഒരു സംവിധായകൻ എന്ന നിലയിലേക്ക് ചൂടുറപ്പിച്ചിരുന്നു അല്ലേ വിനീത് ശ്രീനിവാസന്റെ പടത്തോടുകൂടി. എനിക്ക് തോന്നുന്നു അത് ഒരു ഡിസംബർ മാസം ക്രിസ്മസിനാണ് റിലീസ്. ഞാൻ അന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അന്ന് നമ്മളെല്ലാവരും കൂടെ ഇരുന്നൊരു ഇന്റർവ്യൂ എടുത്തു. അതിനുശേഷം നമ്മൾ ഇതുവരെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല അല്ലേ. ഒരു സംവിധായകൻ എന്ന നിലയിലാണോ തൃപ്തൻ, ഒരു നടൻ എന്ന നിലയിലാണോ തൃപ്തൻ? രണ്ടിലും പൂർണ്ണമായിട്ടും തൃപ്തനാണ്. ശരി, എവിടെയാണ് ചൂടുറപ്പിക്കുന്നത്? ബേസിക്കലി സിനിമയുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഒരു സിനിമയിൽ ഇപ്പോൾ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആസ് ആൻ ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കൂടെ കംഫർട്ടാണ്. കുറേ കൂടെ നമുക്ക് ആ ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷം മാത്രമേ നമുക്ക് ഉൾക്കൊള്ളേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആസ് എ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ ഒരു ബീജാവാപം മുതൽ, അത് എന്ന് മുതൽ ആ സിനിമയുടെ ആദ്യ കഥയുടെ ആ ത്രെഡ് എന്ന് ഉത്ഭവിക്കുന്നു അന്ന് മുതൽ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയും അതിൽ ഓരോ കഥാപാത്രങ്ങളുടെയും സംഘർഷങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും എല്ലാം ചെയ്ത് ആ ഒരു സിനിമ പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ടോട്ടാലിറ്റി, അത് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ ആദ്യ സിനിമ കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു സിനിമയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അല്ലേ? അതെന്താണ് അവിടെ ഒരു പോകാൻ കഴിയാതെ വരികയായിരുന്നില്ല. ആക്ച്വലി രണ്ടാമത്തെ സിനിമേൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റുമായിട്ട് പറഞ്ഞ് ആർട്ടിസ്റ്റ് അത് ചെയ്യാൻ വില്ലിങ് ആയി. അത് നിൽക്കുന്ന സമയത്ത് മറ്റൊരു സിനിമ അനൗൺസ് ചെയ്തു. ആക്ച്വലി നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് തുടങ്ങാനായിട്ട് സിനിമ അനൗൺസ് ചെയ്തു. നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര, നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന മുഖ്യധാര ഡയറക്ടർ ചെയ്യുന്ന സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ കഥയായിട്ട് നമുക്ക് ഒരുപാട് സാമ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് മൊത്തമായിട്ട് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തില്ല? അല്ല, അത് യാദൃച്ഛികമായിട്ട് വന്ന ഇതാണ്, അല്ലാതെ വേറെ ഒരു രീതിയിലും ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല. നമ്മൾ ആ ഒരു കഥ അതിൻ്റെ ഒരു കേട്ടപ്പോൾ നമുക്ക് തോന്നി അതിൻ്റെ ചില എലമെൻസുകൾ ഒരുപോലെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ എവിടേക്കോ സാമ്യതകൾ ഉണ്ടായിരുന്നു. വേണ്ട നിലയിൽ താങ്കളെ സിനിമാ മേഖല ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് സ്വഭാവമായിട്ട് തോന്നിയിരിക്കുന്നു, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. ഇല്ല, അങ്ങനെ ഒരു തോന്നലൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇനിയും സമയമുണ്ടല്ലോ, ഒരുപാട് എന്താ പറയുക, ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ വരാനുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ നല്ല കഥാപാത്രങ്ങൾ ഉറപ്പായിട്ടും എന്നെ തേടി വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ട് ഉറപ്പുണ്ട് എനിക്ക്. ഡിജോയുടെ സിനിമ ഇല്ലായിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു ജനഗണനയിൽ ഇല്ലായിരുന്നു, പൃഥ്വിരാജിന്റെ സിനിമയിൽ താങ്കൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ അറിയപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. ഡിജോന്റെ സിനിമ പോലും ആ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള നിമിഷം വരെയും ഞാൻ അങ്ങനെ ഒരു ചിന്തകളിലേക്ക് ഉണ്ടായിരുന്നില്ല. ശരി, അങ്ങനെ പറയുമ്പോൾ എൻ്റെ കുറച്ചുകൂടെ പാസ്റ്റ് പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ പോലെ ഞാനൊരു നാടക നടൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം ഞാൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ മാത്രമേ നാടകങ്ങൾ ചെയ്തു. പിന്നെ തൃശ്ശൂരിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉണ്ടായിരുന്നില്ല. സ്കൂൾ ഓഫ് ഡ്രാമയുടെ തൊട്ടടുത്തായിരുന്നു എൻ്റെ കോളേജ്, ഞാൻ പഠിച്ച കോളേജ്. പക്ഷേ ഞാൻ സ്പെൻഡ് ചെയ്ത് മുഴുവൻ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ്. അങ്ങനെയാണ്. അവിടെയുള്ളവരൊക്കെ ആയിട്ടുള്ള നിരന്തര സമ്പർക്കവും തൃശ്ശൂർ നാടകക്കാരൊക്കെ ആയിട്ടുള്ള നല്ല സൗഹൃദങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാത്രമേ നാടകങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആക്ച്വലി ഞാനൊക്കെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആക്ടർ ആവുന്ന സമയത്ത് എന്താ വെച്ചാൽ മലയാള സിനിമയിൽ ഈ കലോത്സവേദികളിൽ തിളങ്ങുന്ന ആളുകളെ സിനിമയിലേക്ക് നേരിട്ട് ഡയറക്ടർ എൻട്രി കിട്ടുന്ന സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഡി-സോൺ, ഇൻട്രസോണൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനും പ്രതീക്ഷിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു വിളി തന്നെ വരും, അല്ലെങ്കിൽ വീണ്ടും മുന്നിലൊരു ദിവസം ഒരു കാറ് വന്ന് നിൽക്കും, അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ തൊട്ട് സത്യം പറഞ്ഞ് നല്ല ഡ്രസ്സ് ഇട്ടാണ് വീട്ടിലിരിക്കാൻ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊന്നും സംഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്വാഭാവികം നമ്മുടെ ഡ്രസ്സിന്റെ പുതുമയൊക്കെ നഷ്ടപ്പെട്ട് പഴയ ഡ്രസ്സിലിട്ട് നമ്മൾ നടന്നു. നമ്മൾ അങ്ങോട്ട് സിനിമയെ തേടി നടക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് സിനിമയിൽ ആരെയും അറിയില്ല. സിനിമയിൽ നമ്മൾ ഈ ടൈറ്റിൽ കണ്ടിട്ടുള്ള പേരുകളുണ്ട് എന്നല്ലാതെ അവരുടെ നാട് ഏതാണെന്ന് ഒരു പിടിയില്ലാതെ നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മളൊരു അന്വേഷണമായിരുന്നു. അഭിനയിക്കാനായിട്ടാണ് ഞാൻ ആദ്യം ചാൻസ് തേടി നടന്നത്. പക്ഷെ അന്നൊന്നും നമുക്ക് എവിടെ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമയുടെ കൂടെ സഞ്ചരിച്ചേ പറ്റൂ. സിനിമയിൽ വേണം, സിനിമയുടെ കൂടെ സഞ്ചരിച്ചേ പറ്റൂ. അങ്ങനെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ഒരു അവസരം കിട്ടുകയും പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായി. ആ തുടർച്ചയിൽ സിനിമയുടെ എന്താ പറയുക സൗന്ദര്യം അല്ലെങ്കിൽ സിനിമയുടെ ഒരു
യഥാർത്ഥ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ആക്ടിങ്ങിനോട് പതിയെ ആ സമയത്ത് സത്യമായിട്ടും പതിയെ ഞാനൊന്ന് അകന്നു. ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തോ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയത്തോ ഒരു സിനിമയിൽ പോലും പലരും പല വേഷങ്ങളും വരുന്ന സമയത്ത് ചെയ്യാൻ നിർബന്ധിച്ച സമയത്ത് പോലും ഞാൻ ചെയ്തിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് തന്നെയാണത്. അഭിനയം എന്ന് പറയുന്നത് നേരെ മാറി സിനിമയുടെ പിന്നിൽ എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ വീണ്ടും സംഭവിച്ചത് വളരെ യാദൃച്ഛികമായിട്ട് ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സായിരുന്നു ജനഗണമനയിൽ നടന്നത്. എന്താണ് അങ്ങനെ ബലമായിട്ട്? അത് നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ആന കഴിഞ്ഞിട്ട് പിന്നൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് ഞങ്ങൾ ആലുവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ ഇറങ്ങി, മമ്മൂക്കയുടെ പടത്തിൻ്റെ. അപ്പോൾ അതിൽ മുരളി ഗോപിച്ചേൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ജനഗണമന ഷൂട്ട് ആ സമയത്ത് പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, റിനി ദിവാകർ എന്ന് പറഞ്ഞത്. റിനി ആ പോസ്റ്റർ, മുരളിച്ചേൻ്റെ പോസ്റ്റർ എനിക്ക് അയച്ചു. അപ്പം ഞാൻ വിചാരിച്ചു റിനി വർക്ക് ചെയ്ത പടത്തിൻ്റെ ആയിരിക്കും എന്ന് വെച്ചാൽ തംസപ്പ് തിരിച്ചയച്ചു. അപ്പോൾ റിനി പറഞ്ഞു നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് നെറ്റിയിലൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആ ക്യാരക്ടേഴ്സ് നെറ്റിയിൽ കൈ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, എൻ്റെ ചീസും എവിടെയൊക്കെ സാധിച്ചു. ഞാൻ വെറുതെ ഒരു മെസ്സേജ് അയച്ചു, ശരിയാണോ നല്ല ചായ ഉണ്ട്, നല്ല ആയ സമയത്ത് അഭിനയിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ഫോട്ടോ ഇവർ വന്നേനെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് ഇവനെന്തോ സ്ട്രൈക്ക് ചെയ്തിട്ട് ആ സമയത്ത് ഇവർ ഈ വൈദർശൻ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇവർ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എൻ്റെ ഫോട്ടോ കൊണ്ട് ഡിജോന് കാണിച്ചു കൊടുക്കുന്നു. ഡിജോ പെട്ടെന്ന് പറഞ്ഞു ഇത് ഓക്കെയാണ്, വിളിക്കാൻ പറയുന്നു. റിനി വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു റിനി ഞാനില്ല, ഞാൻ പരിപാടിയില്ല, എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് നടക്കുകയാണ്. അപ്പോൾ റിനി പറഞ്ഞു ഇല്ല നിങ്ങളൊന്ന് വരൂ. റിനി ആക്ച്വലി പറഞ്ഞ വേർഡ് ഇതാണ്, നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും, ഒന്ന് വരൂ പ്ലീസ്, ഞാൻ ടിക്കറ്റ് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എവിടെയായിരുന്നു ഷൂട്ട്, അവിടേക്ക് ഞാനൊരു ദിവസം ശരി ഞാൻ ഡിജോനെ കാണാൻ വരാമെന്ന് പറഞ്ഞ് ഡിജോനെ കാണാൻ ചെല്ലുന്നു. അവിടെ നിന്ന് ഞാൻ ചെന്നപ്പോൾ ഡിജോൻ്റെ പെരുമാറ്റമാണ് എന്നെ വല്ല, കാരണം ഞാൻ ഡിജോ ആദ്യമായിട്ട് കാണുന്നത്. ഡിജോനെ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് ഡിജോനെ അറിയില്ല. ഡിജോ ക്യൂൻ കണ്ടിട്ടുണ്ടെന്ന് വിളിച്ചിട്ട് വേറെ ഡിജോ എന്നെ ഇങ്ങനെ കണ്ടു ആദ്യമൊക്കെ ഷെയ്ക്കുന്നത് ബ്രോ നമ്മളങ്ങ് ചെയ്യല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കൈ ഇങ്ങനെ വിളിച്ചിട്ട് ചെയ്യാം സത്യം ശരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിജോ സ്ക്രിപ്റ്റ് തരുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞാൻ വീണ്ടും ഷാരിസിനോട് ചോദിച്ചു, ഷാരിസ് നിങ്ങൾ ചെയ്യൂ ഇത് ഓക്കെയാണ്. അവരുടെ ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അത് ഡിജോൻ്റെയും ഷാരിസിൻ്റെ ഒക്കെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു ജനഗണമന എന്ന് പറയുന്ന സിനിമയുടെ. തീർച്ചയായും. പക്ഷേ ഭയപ്പെട്ടിരുന്നു അല്ലേ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടു. ഞാൻ യെസ് പറയുമ്പോൾ ഭയപ്പെടില്ല, യെസ് പറയുമ്പോൾ എനിക്ക് ഒരു ധാരണയില്ല ഇത് എന്താണ് ഒരു ദിവസം. ഞാൻ മേ ബി ഒരു ദിവസത്തെ ഷൂട്ട് എന്തെങ്കിലും എങ്ങനെയൊക്കെ ആയിരിക്കും മാത്രമേ വിചാരിച്ചുള്ളൂ. പിന്നീട് എൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയ സ്ക്രിപ്റ്റ് പോലും മാറ്റി വയ്ക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അന്ന് ഡയറക്റ്റ് ചെയ്യാൻ നിന്നിരുന്ന ഞങ്ങൾ ആലുവയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് പോലും മാറ്റി വയ്ക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സമയത്ത്. പക്ഷേ ആ സിനിമ ശരിക്കും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പം നമ്മുടെ വെബ് സീരീസിൽ വന്നു കഴിഞ്ഞാൽ ഇതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉറപ്പായിട്ടും. ഞാൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ എൻ്റെ ഒരു ചോദ്യം ഉയരുകയും ചെയ്തു. ഇതും വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് നജീബ് കോയ ഈ സാധനം നമ്മൾ കണ്ടു തീർക്കുമ്പോഴാണ് നമുക്ക് ഇത് എവിടെയാണ് എത്തിത്തീരുന്നതെന്ന് മനസ്സിലാക്കാൻ. താങ്കൾ ചെയ്യുന്ന സിനിമകൾ ചർച്ച ചെയ്യപ്പെടും. അത് എന്താ പറയുക, നമ്മുടെ ഒരു ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും കാലം ചിലപ്പോൾ സിനിമയുടെ പിന്നിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിന്നതുകൊണ്ടൊക്കെയുള്ള റിസൾട്ടായിരിക്കാം. നമുക്ക് എന്തിൻ്റെ പുറകിൽ നമ്മളെങ്ങനെ നിൽക്കുന്നു അതിൽ നിന്ന് റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവില്ല. ഒരു ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയാണല്ലോ താങ്കൾ. ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ വെബ് സീരീസ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏത് രീതിയിലേക്കൊക്കെ അത് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു സിനിമ എനിക്ക് പറയുന്നൊരു മതപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ സംഭവിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത് മനുഷ്യൻ്റെ മാനസിക സംഘർഷങ്ങളെ ആണത് ചർച്ച ചെയ്യുന്നത് തോന്നുന്നു. ഒരു വ്യക്തിയുടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന നിലനിൽപ്പ് നാളെ ഞാനല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷമുണ്ട് ഓരോ വ്യക്തിയുടെ. നമ്മൾ ഇന്ന് വരെ എങ്ങനെയാണോ ജീവിച്ചത്, എവിടെയൊക്കെയാണോ ജീവിച്ചത്, എന്തൊക്കെയായിരുന്നു നമ്മുടെ ചുറ്റുപാടുകൾ എന്നുള്ളതിനെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ ഇതൊന്നുമല്ല ഞാൻ എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്.